ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം രാവിലെ തേണ്ട ദോശ ഉണ്ടാക്കുവാണ്, പിന്നെ നമുക്ക് സാമ്പാറാണ് കേട്ടോ. പിന്നെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം ഞാൻ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സാമ്പാർ, പിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഇത് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് വഴറ്റി ചേർക്കണം. ഈ സമയത്ത് നമ്മുടെ ചായ തേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാണ് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം വീണ്ടും ദോശ തന്നെയാണ് നമുക്ക്. അന്നേരം വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് ദോശയാണ് കേട്ടോ, അതാണ് രസം. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇന്ന് എനിക്ക് പൂരിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ പുട്ടായിരുന്നു. അന്നേരം നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം മിക്കവാറും ദോശ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അന്നേരം നമ്മുടെ ദോശയൊക്കെ തേണ്ട തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടു. നമുക്ക് സാമ്പാർ വേകാനായിട്ട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മക്കൾക്കൊക്കെ എക്സാം ആണല്ലോ, നിങ്ങളുടെയൊക്കെ മക്കൾക്ക് എക്സാം ആയിരിക്കും അല്ലേ. അപ്പം ഉച്ചയാകുമ്പോഴാണ് ടിനോപ്പന് പോകേണ്ടത്. അന്നേരം അപ്പൂസിന് രാവിലെ തന്നെ ഫുൾ ടൈം ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഈ ദോശയും സാമ്പാറും മതിയെന്ന് പറഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും കറിയൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ സാവധാനം ദോശയൊക്കെ പരത്തി ഇങ്ങനെ ഉണ്ടാക്കുവാണ്. പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നലെ തൊട്ട് വീണ്ടും മഴയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ മഴ പെയ്തിട്ടില്ല, നല്ല വെയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ജോലികളൊക്കെ നല്ല ഉഷാറായിട്ട്, വെയിലാണെങ്കിൽ നമുക്കെല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. പുറത്തെ ജോലികളൊക്കെ നമുക്ക് സാവധാനം ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെപ്രാളമാണല്ലേ. മഴ സമയമാകുമ്പോൾ നമ്മുടെ തുണി അലക്കും തൂത്തുവാരും ഒന്നും നടക്കത്തില്ല. മിറ്റം തൂപ്പ ഉദ്ദേശിച്ച കേട്ടോ. അപ്പം നമ്മുടെ ഈ സമയത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഈ കഷ്ണം വെന്തിരിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സാമ്പാർ പൊടി ഇല്ലെങ്കിലും നല്ല സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അന്നേരം വറുത്തരച്ച സാമ്പാറാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ കൂടുതലും ആൾക്കാരൊക്കെ. പക്ഷെ ഞങ്ങളിങ്ങോട്ട് തേങ്ങ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാറില്ല കേട്ടോ, ഇങ്ങനെയുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല കേട്ടോ. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. അതിൻ്റെ പുളി മതി കേട്ടോ, ഒത്തിരി പുളി ഇവിടെ ഇഷ്ടമല്ല. പിന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഇല്ല കേട്ടോ. അന്നേരം നമുക്കുള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കായപ്പൊടി അങ്ങോട്ട് നല്ലവണ്ണം ഇട്ട് കൊടുത്ത് ഒന്ന് കടുക് താളിച്ചെടുക്കുക. അന്നേരം നമ്മുടെ ദോശയ്ക്കും ചോറിനും ഒക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നീട്ടിയ സാമ്പാറാണ്. എന്നാൽ നല്ല സാമ്പാർ വേണം കേട്ടോ. അന്നേരം നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാമ്പാർ വെക്കാറുണ്ടല്ലേ. എപ്പോഴും എന്നോട് കൂട്ടുകാർ പറയും നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു തട്ടിക്കൂട്ട് സാമ്പാർ രാവിലെ ഉണ്ടാക്കുമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നല്ലൊരു വെയിലൊക്കെയാണ് കണ്ടോ നിങ്ങൾ. ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല, പക്ഷേ നമ്മുടെ ഈ മുറ്റത്തെ കുറച്ച് മരങ്ങളൊക്കെ അപ്പുറത്ത് നിന്ന ചില്ലകളൊക്കെ വെട്ടിയോണ്ട് നല്ല വെയിലാണിപ്പോൾ ഇവിടെ കേട്ടോ. അതുകൊണ്ട് അവരൊക്കെ പോയി 8 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മുറ്റത്തേക്ക് നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വെട്ടമൊക്കെ വരുമ്പോൾ നല്ല ഉത്സാഹമാണ് തൂത്തുവാരാനും ഒക്കെ അല്ലേ. കാരണം ഇങ്ങോട്ട് വെട്ടം കിട്ടത്തില്ലായിരുന്നു കേട്ടോ, തുണിയൊന്നും ഉണങ്ങാൻ വേണ്ടി വെട്ടം കിട്ടത്തില്ലായിരുന്നു. അപ്പുറത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പൊക്കെ ഇറക്കി കേട്ടോ, അതാണ് നല്ല വെട്ടം. അങ്ങനെ താണ്ട് നമ്മൾ മുറ്റം ഒക്കെ അടിച്ച് വാരുവാണ്. അങ്ങനെ നമ്മുടെ മിറ്റോടിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാണ് പിന്നെ തീ കത്തിച്ച് അരിയൊക്കെ ഇടാൻ പോകുന്നത്.
ഇപ്പം നമുക്ക് ഉണങ്ങിക്കിടക്കുകയായതുകൊണ്ട് 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ തൊണ്ടും മടലും ഒക്കെ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് നമ്മുടെ തീയൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അടുപ്പും പാദവും ഒക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ടിട്ട് തീ കത്തിച്ചിട്ട് പിന്നെ കലമെടുത്ത് വെച്ചു. കലം വെച്ചപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും തീ കെട്ടുപോയെന്ന്. കെട്ടിട്ടില്ല കേട്ടോ, കത്തുന്നുണ്ട്. അത് നമ്മുടെ കലം വന്ന് മൂടിയിരുന്നതുകൊണ്ട്, അവിടെ വിറകൂടെ മൂടിയിരിക്കുന്നതുകൊണ്ടാണ് അറിയാത്തത്. അന്നേരം ഞാൻ ആ വെള്ളമൊക്കെ ചൂടാകുന്ന സമയത്ത് നമുക്ക് വാഷ് ബേസിനിൽ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ അങ്ങ് കഴുകുവാണ്. അതൊക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയോട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. എന്താണ് ഈ തൊലി ഇരിക്കുന്ന നമ്മുടെ നന്ദനില്ലേ, അതെന്താണെന്ന് പറയണം. നിങ്ങളൊക്കെ ഈ മീനിന് എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ. പേര് ഞാനൊന്ന് ഓർത്തിട്ട് പറയാം കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ പിന്നെ പെരയ്ക്കാവെല്ലാം പോയി ഒന്ന് തൂത്തിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അരി കഴുകിയിടാൻ പോകുവാണ് കേട്ടോ. അപ്പം നമ്മുടെ തീയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഊതി കൊടുത്തു. അപ്പം നല്ലവണ്ണം കത്തിക്കോളും കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറുമ്പോഴത്തേനും ഒന്ന് കെട്ടുമ്പം ഒന്ന് ഊതി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മണ്ണെണ്ണയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ ചൂട്ടൊക്കെ വെച്ചാണ് കത്തിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് കൊതുമ്പും ചൂട്ടും മടലും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ കിടന്നു പോകുന്നതിന് നല്ലതല്ലേ നമുക്ക് ചോറ് വെക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതൊക്കെ. അന്നേരം ഞാനിവിടെ അടുപ്പ് കത്തിച്ചാണ് ചോറും വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ വേണ്ട അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, എനിക്ക് നല്ല മറവിയാണ്. നിങ്ങൾ ഈ മീനിൻ്റെ പേരൊന്ന് പറയണം കേട്ടോ. കരിനന്ദനം എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, അതല്ല. എന്ത് മീനാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, എനിക്കിതിൻ്റെ പേരറിയായിരുന്നു. അപ്പം നിങ്ങളെല്ലാം കമൻ്റ് ഇടുക ഈ മീനിൻ്റെ പേര്. ഇത് വറക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വറക്കാനും പറ്റിക്കാനും ഇത് സൂപ്പറാണ്. അന്നേരം നമ്മളിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചെടുത്ത് വറക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒന്നല്ലേ, പറ്റിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ തന്നെ ഈ മീനിൻ്റെ തോലൊക്കെ ഒന്ന് ഇരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ കല്ലിലോട്ട് വന്നു കേട്ടോ. അന്നേരം നമ്മുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം അവിടോട്ടുള്ള മരങ്ങളുടെ കമ്പുകളൊക്കെ വെട്ടിയോണ്ട് നല്ല വെയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെട്ടം കേട്ടോ. വെയിലത്ത് ഞാൻ നിൽക്കുന്നിടത്ത് വെയിലില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇത് പെട്ടെന്ന് നമുക്കിതിൻ്റെ തോല് ഇങ്ങനെ ഇരിച്ചെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ തേച്ചെടുക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ തോല് നമുക്ക് ഉരിച്ചെടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. വേറെ നമുക്ക് മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എന്നിട്ട് ഞാനിന്ന് കുറച്ച് പറ്റിക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറും മീൻ പറ്റിച്ചതും നല്ല കോമ്പിനേഷനല്ലേ. അന്നേരം ഞാനിത് പറ്റിക്കുന്നുണ്ട്, ഇച്ചിരി വറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി അകത്ത് കൊണ്ടുവന്നു. ഇനിയിപ്പം നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ പൊതിച്ച് നേരത്തെ ഇവിടെ വെച്ചിരുന്നതാണ് കേട്ടോ. അന്നേരം തേങ്ങ പൊതിക്കുന്നത് എനിക്ക് കുറച്ച് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തേങ്ങ നേരത്തെ പൊതിപ്പിച്ച് ഞാൻ വെച്ചേക്കും. പിന്നെ നമുക്കത് പൊട്ടിച്ച് ചിരണ്ടി എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ആ തേങ്ങാവെള്ളമൊക്കെ കുടിച്ചു. അല്ല, തേങ്ങാവെള്ളം മക്കളില്ലെങ്കിൽ നമുക്കാണില്ലേ, അമ്മമാരാണ് കുടിക്കുന്നത്. അങ്ങനെ ഞാൻ തേങ്ങാവെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് നമ്മുടെ മീനൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തല ഞാൻ എടുക്കത്തില്ല. ഇത് നിങ്ങൾക്ക് പറ്റിച്ചത് ഇഷ്ടമാണോ എന്ന് പറയണം കേട്ടോ. അന്നേരം കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളയ്ക്ക് പറ്റിച്ചെടുത്താൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാനതിനായിട്ട് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ കുറച്ച് കാന്താരി നിൽപ്പുണ്ട് കേട്ടോ. ചുമപ്പും വെള്ളയൊക്കെ നിൽപ്പുണ്ട്. അന്നേരം ഈ മീൻ പറ്റിക്കാനും അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഞാൻ ഈ കാന്താരി ഇട്ടേ പറ്റിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ പച്ചമുളക് ഈ കാന്താരി ഉള്ളതുകൊണ്ട് മേടിക്കാറേ ഇല്ല. പിന്നെ മേടിക്കാറില്ലെന്നല്ല, വല്ലപ്പോഴും ഒക്കെ മേടിക്കും. അന്നേരം നമ്മുടെ കാന്താരി വെറുതെ പോത്തില്ലേ. അപ്പം നമുക്ക് ഈ മീൻ പറ്റിക്കുന്നതിന് കപ്പ വേവിക്കുന്നതിന് ഒക്കെ കാന്താരി ഇട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് കാന്താരിയുടെ ടേസ്റ്റൊന്നും നമുക്ക് പച്ചമുളകിന് കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ തണ്ട് ചിരണ്ടി ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളിയൊക്കെ വേണം കേട്ടോ. അപ്പം ഞാൻ കാന്താരി പറിക്കാനായിട്ട് പോവാണ്. നല്ല വെയിലാണ് കേട്ടോ.
അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുന്നുണ്ടോ? അവിടെയൊക്കെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ ഒരു കപ്പ നിൽപ്പുണ്ടായിരുന്നു മറഞ്ഞ്. കുറേ നാളായി ഞങ്ങൾ ആ കപ്പ നട്ടിട്ട് കേട്ടോ. പക്ഷേ അതിനടിയിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളത് വലിച്ച് പൊക്കിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ആർത്ത് നിൽക്കുമായിരുന്നു കപ്പ. പക്ഷേ അത് എല്ലാവരും പറഞ്ഞ് അതിനകത്ത് കിഴങ്ങുണ്ട്, പറക്കി. ഞങ്ങൾക്കറിയാം ഇല്ലെന്ന്. കാരണം ഞങ്ങൾ 2-3 എണ്ണം ഇങ്ങനെ പൊക്കിയിട്ടും കിഴങ്ങില്ലായിരുന്നു. വെള്ളം കയറിയ സമയത്താണ് അത് നട്ടത് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടുന്ന് മാറിയപ്പോഴാണ് ഇവിടെ നല്ല വെട്ടം വന്നത്. അങ്ങനെ ഞാൻ തന്നെ ഈ കാന്താരിയൊക്കെ പറിക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഷെയ്ഡ് അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാന്താരി ഇപ്പം ഞാൻ ഇതിന് വേണ്ടി മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നല്ലവണ്ണം ഒന്ന് കഴുകി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ മീൻ പറ്റിക്കാനായിട്ട് ചുമന്നുള്ളി, ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളിയും കാന്താരിയും പച്ചമുളകും വേണമെങ്കിൽ ഇടാം. ഇതിന് എരിവുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം. എന്നിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അരച്ചല്ല, ഒതുക്കി. അന്നേരം മുളക് പൊടി പറ്റിക്കുന്നതിന് ഇടുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ എല്ലാവരും മുളക് പൊടി ഇട്ടാണ് മീൻ പറ്റിക്കുന്നത് കേട്ടോ. ഞാൻ പക്ഷേ മുളക് പൊടി ഇടത്തില്ല. എനിക്ക് ഈ വെള്ളയ്ക്ക് പറ്റിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നമ്മൾ പറ്റിക്കത്തില്ലേ, ഞങ്ങൾ അങ്ങനെയാണ് പറ്റിക്കുന്നത് കേട്ടോ. അന്നേരം ഞാനിതെടുത്തപ്പോൾ ഓർത്തു ഒരു മാങ്ങ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അന്നേരം നമ്മുടെ മാവയിൽ മാങ്ങയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ പറ്റിക്കുന്നതിനും മീൻ കറിക്കും എല്ലാം മാങ്ങ തന്നെയാണല്ലേ. അന്നേരം ഞാനതൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. അരച്ചെടുത്താൽ നമുക്ക് തേങ്ങ അരച്ച മീൻ കറിയായിട്ട് വെക്കാം. നമ്മളെപ്പോഴും ഒന്ന് ഒതുക്കിയെടുക്കാം ഈ പറ്റിക്കുന്നതിന് കേട്ടോ. അന്നേരം വലിയ പീരയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഒതുക്കി കിട്ടും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചട്ടിക്കകത്തേക്ക് ഇട്ടു. ഇനി കുറച്ച് കുടംപുളിയും ഉപ്പും ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. അന്നേരം നമ്മൾ മീൻ പറ്റിക്കുന്നതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ലല്ലോ. അന്നേരം നിങ്ങൾ ഓർക്കും ചേച്ചി എന്തിനാ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു തരുന്നെന്ന്. അറിയാൻ വയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അന്നേരം അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അന്നേരം എനിക്ക് ഒരുപാട് കമൻറ്റ് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പം നമ്മുടെ പാചകവും വീട്ടുവിശേഷങ്ങളും ഒക്കെ കാണിക്കുമ്പോഴത്തേന് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്ന എന്താണോ അതൊക്കെയാണ് പറയണ്ടേ. ഇതൊക്കെ കേൾക്കുമ്പം ബോറടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങളും കുട്ടനാട്ടിലെ വീട്ടുവിശേഷങ്ങളും പാചകങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നതല്ലേ. അപ്പം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അന്നേരം ഒരുപാട് കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട്. അന്നേരം ആ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം നിങ്ങളാണ് എനിക്ക് തരുന്നത് കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ പറ്റിക്കാനൊക്കെ റെഡിയാക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അതിനി അവിടെ ഇരുന്ന് പറ്റി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൽ ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നല്ലോ ഇത്. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ തിരുമ്മി വയ്ക്കുക. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ നടക്കത്തില്ല കേട്ടോ. ഉച്ച വരെയുള്ള വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജും ഒക്കെ തീരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അന്നേരം മക്കൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അന്നേരം നിങ്ങളുടെയൊക്കെ ക്രിസ്തുമസൊക്കെ എന്തായി? ഞാൻ സ്റ്റാറും ട്രീയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്രാവശ്യം കാണിച്ചില്ല. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ട്രീ ഡെക്കറേഷനും ഒക്കെ കാണിക്കുന്നതല്ലേ, അതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ കാണിച്ചു തരാം നമ്മുടെ ട്രീ ഒക്കെ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാഞ്ഞത്. അന്നേരം ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇതൊക്കെ ഊറ്റുവാണ്. അന്നേരം ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഊറ്റാൻ പേടിയുള്ളവരുണ്ട് കേട്ടോ.
അന്നേരം ഇങ്ങനെ അവർ തവി കൊണ്ട് ഇങ്ങനെ ഉട്ടത്തവി കൊണ്ട് കോരി വേറെ പാത്രത്തിലോട്ടിട്ടാണ് ചോറെടുക്കുന്നത്. പക്ഷേ എനിക്കിതാണ് വശം കേട്ടോ. ഇങ്ങനെ അറിയാത്തവരൊന്നും ഇങ്ങനെ ഊറ്റലിൽ തെറിച്ച് കഞ്ഞോളം മേത്തോട്ട് വീഴും കേട്ടോ. അപ്പം നമ്മുടെ അരിയൊക്കെ തേണ്ട അടച്ചിട്ടു, കറിയൊക്കെ തേണ്ട ഇവിടെ റെഡിയായി. എന്നിട്ട് നമ്മുടെ മീൻ പറ്റിച്ചതും രാവിലത്തെ സാമ്പാർ ഞാൻ എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ തേണ്ട ഇവിടെ തീ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്ന പോലെ തോന്നുന്നത് കേട്ടോ. ഗ്യാസ് ഓണാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് പറ്റി വരുമ്പം നല്ല സൂപ്പറാണ്. പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് പറയണം കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.